നമുക്കൊരു കാര്യത്തിലേക്ക് പോകാം. നമുക്ക് അവിയൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇതാ ആദ്യമായി അടുപ്പിൽ ചട്ടി വയ്ക്കുക. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ് അവിയൽ വയ്ക്കുന്നത്. ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇതാ ചട്ടി വെച്ച് തീ കത്തിച്ചു. ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇതാ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഏത്തക്കായ്, നല്ല നാടൻ ഏത്തക്കായ്, മുരിങ്ങയ്ക്ക്, ക്യാരറ്റ്, ചേമ്പ് മുട്ട എല്ലാം കൂടി ഇട്ടതാ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കിതിരി കുറച്ച് വെള്ളം ഇട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം വേണം. അപ്പം നമുക്ക് അതിലോട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് ഞാനൊന്ന് അടച്ചു കൊടുത്ത് ഇനി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയൊന്ന് കാണണ്ടേ. ഇതാ തേങ്ങ ഇച്ചിരി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, നല്ല ഈ മുള വരച്ച് മറ്റേ ഉണ്ട മുളകുണ്ടല്ലോ, ഉടങ്കല്ലി മുള വരച്ച് കഴിഞ്ഞാൽ അവിയലിന് നല്ല ടേസ്റ്റ്. ഇതാ കുറച്ച് മഞ്ഞപ്പൊടി, കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് ഞാൻ ഒന്ന് അടിച്ചിട്ട് വരാം. മിക്സിയിലോട്ട് ജാറിലോട്ടിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇത് ഒന്ന് തിളക്കി ഒന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ് നമ്മൾ അവിയൽ വെച്ച് അല്ലേ. ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് അവിയൽ വയ്ക്കുന്നത്. പക്ഷെ ഞാൻ വയ്ക്കുന്ന അവിയൽ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഇരുന്ന് ജാറിൽ മിക്സിയിലോട്ട് വെച്ച് ചതച്ചിട്ട് വരാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിടുക. അപ്പോഴും ആവശ്യത്തിന് ഉപ്പിടുക. ഇതാ ഉപ്പിട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം, ഇതിലോട്ടിട്ട് എല്ലാ അരപ്പും എല്ലാം കൂടെ അതിലോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇളക്കി അങ്ങോട്ട് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഈ അരപ്പിൽ വെച്ച് ജാറിലോട്ട് വീത്തി ഒന്ന് വീത്തി കൊടുക്കാം അല്ലേ. ഏത്തക്കായ കൊണ്ട് ഇത്തിരി വേവുണ്ട്. ഇവിടെ ഏത്തങ്ങ വെച്ചിട്ട് നമ്മൾ ഏത്തങ്ങ അരിഞ്ഞ് തോനെ ഇട്ട് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിയലിന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പിലയും ഒന്ന് ഇട്ട് ഒന്ന് മൂടി കൊടുക്കാം അല്ലേ. ഇപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ, വേവട്ടല്ലേ. നല്ല വെള്ളം ഒന്ന് വേവട്ടെ. അത് വേണം. അതുപോലെ നമ്മൾ പച്ചത്തീയൽ വയ്ക്കുന്നതിന് എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ വയ്ക്കുന്ന കറിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത്. അതിപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളരിക്ക, കുറച്ച് വെള്ളരി,
ഒരു തക്കാളി, ഒരു സവാള ഉള്ളി, പിന്നെ മുരിങ്ങയ്ക്ക, പച്ചമുളക്. അപ്പം ഇത്രയാണ് ഞാൻ വയ്ക്കുന്ന പച്ചത്തീയലിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതാ ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ പച്ചത്തീയലിനുള്ള എല്ലാവരും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് അടച്ചു കൊടുക്കുക അല്ലേ അത്. അപ്പം ഇതൊന്ന് വേവട്ടെ. ഇതൊന്ന് വേവട്ടല്ലേ. സമയം നമുക്ക് വേണ്ടി വരും. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് വേവട്ടെ. നല്ല വേവ് കാണും. കാര്യം എന്ന് വെച്ചാൽ ഏത്തക്കായ ആയതുകൊണ്ടാണ് വേവ് കൂടുതൽ. ഇപ്പം നമ്മൾ കിട്ടില്ലെന്ന് വെച്ചാൽ ചേമ്പുമുട്ട ഇട്ടണം കേട്ടോ. ചേമ്പുമുട്ടയൊക്കെ അവിയലിന് ഇട്ട് നല്ല ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റാണ് അവിയലിന്. അതുപോലെ നമ്മൾ ഈ തൊണ്ടമുളക് നമ്മളെ വലിയ മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള മുളകാണ്. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് അവിയലിന് ആ മുളക് ചേർക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്തോട്ടെ അല്ലേ, വേവട്ടെ. സമയം എടുക്കുമല്ലേ, 10 മിനിറ്റോളം സമയം വേണ്ടി വരും അവിയൽ വേവണം. തിളച്ചിട്ടുണ്ട്, തിളക്കട്ടെ അല്ലേ. ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലായിടവും പെട്ടെന്ന് വേവും അല്ലേ. ഇതാ നല്ല അരപ്പ് നല്ല പിടിച്ച് വരും. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉപ്പും അരപ്പും എല്ലാം കൂടെ ഒരുമിച്ച് ഇത് കഷ്ണത്തിൽ പിടിച്ച് വരുമ്പോഴത്തേക്ക് എന്താ കഷ്ണത്തിൽ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല എരിവെല്ലാം പിടിച്ച് ഇതാ തിളച്ച്. അപ്പോൾ അടച്ചു കൊടുക്കാം അല്ലേ. ഇളക്കിയിട്ടിട്ടുണ്ടേ. നമുക്ക് അതൊന്ന് വെന്തോട്ടെ. ഒരു 10 മിനിറ്റ് വേണ്ടി വരും അല്ലേ. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം അതിന് വേവാനുള്ള സമയം കൊടുക്കണമല്ലോ അല്ലേ. നല്ല വേവണ്ടേ. അപ്പം ഇത് നല്ല തിള വന്നിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. ഇതാ ഒന്നും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളൊന്ന് നല്ലവണ്ണം അപ്പോഴപ്പോഴായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചത്തീയൽ റെഡി ആയിട്ടുണ്ട്. അത് ഇതിനൊന്ന് ഒന്ന് ഓഫാക്കി കൊടുക്കാം അല്ലേ. എന്തോട്ടെ വേവട്ടെ. ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.